ബജറ്റിന്റെ അടിസ്ഥാനത്തിൽ ജനസംഖ്യാനുപാതികമായ ഫണ്ട് അലോക്കേറ്റ് ചെയ്യണം. ആ ഫണ്ട് വിതരണം ചെയ്യുന്ന കാര്യത്തിൽ വളരെ കൃത്യമായ സമയബന്ധിതമായ വികസന പദ്ധതികൾ വേണം, സ്കീമുകൾ വേണം. ആ സ്കീമുകൾ തയ്യാറാക്കുന്നതിൽ കമ്മ്യൂണിറ്റിയുടെ പാർട്ടിസിപ്പേഷൻ വേണം. സമുദായത്തിനകത്തെ വിദ്യാസമ്പന്നരുടെ, എക്സ്പെർട്ടുകളുടെ ഒപ്പീനിയൻ, അവരുടെ അഭിപ്രായം അത് അസസ് ചെയ്തുകൊണ്ടാണ്, സമാഹരിച്ചുകൊണ്ട് വേണം അവരുടെ പങ്കാളിത്തത്തോടു കൂടിയുള്ള വികസന പദ്ധതികൾ ആവിഷ്കരിക്കാൻ. ആ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഓരോ ഘട്ടത്തിലും അത് മോണിറ്റർ ചെയ്യാനുള്ള സർക്കാർ ഏജൻസികൾ മാത്രമല്ല, അതിന് മേൽനോട്ടം വഹിക്കാനുള്ള ഒരു കമ്മ്യൂണിറ്റി ഓഡിറ്റിങ്ങിന് വിധേയമാക്കുമ്പോഴും ആ കമ്മ്യൂണിറ്റി ഓഡിറ്റിങ്ങിൽ ദളിത് പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന ഒരു ആശയമാണ് ഈ നിയമ നിർമ്മാണത്തിന്റെ ഭാഗമായി പല സ്റ്റേറ്റുകളിലും ഉള്ളത്. മാത്രമല്ല, ട്രാൻസ്പാരന്റ് ആയിരിക്കണം ഓരോ ഡിപ്പാർട്ട്മെന്റുകളും. സംസ്ഥാന ഗവൺമെന്റ് പൊതുവെ മാത്രമല്ല, ആ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള വ്യത്യസ്തങ്ങളായ ഡിപ്പാർട്ട്മെന്റ്, ആ ഓരോ ഡിപ്പാർട്ട്മെന്റും SC ST ഡെവലപ്മെന്റ് വേണ്ടി എങ്ങനെയാണ്, എത്രത്തോളമാണ് പണം വിനിയോഗിക്കുന്നത് എന്നത് ഓരോ വർഷവും വളരെ കൃത്യമായ റിപ്പോർട്ടുകൾ അവിടെയുള്ള നിയമസഭകളുടെ മുമ്പിൽ വെക്കണം. പബ്ലിക് ഡൊമൈനിൽ അതുണ്ടാകണം. അതിൽ ഏതെങ്കിലും തരത്തിൽ അപാകത കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ അവരെ ശിക്ഷിക്കാൻ കർക്കശമായി വ്യവസ്ഥ ചെയ്യുന്ന നിയമം അവിടെയുണ്ട്. ഫണ്ട് തൊലച്ചാൽ ഒരുപക്ഷെ ആ നിയമം കേരളത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിലെ പല പട്ടികജാതിവർഗ വകുപ്പിന്റെ തലപ്പത്തുള്ള ഉദ്യോഗസ്ഥന്മാർ CAG റിപ്പോർട്ട് പറഞ്ഞു, അവരാണ് ഏറ്റവും അധികം ഈ ജനവിഭാഗത്തെ വഞ്ചിക്കുന്നത്, ഈ വിഭാഗത്തിന്റെ പണം അവർ അട്ടിമറിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ CAG റിപ്പോർട്ട് 2024 പറയുന്നുണ്ട്. അത് കേരള സർക്കാരിന്റെ മുമ്പിൽ വെച്ചതാണ്, മുൻ സർക്കാരിന്റെ മുമ്പിൽ വെച്ചതാണ്. യാതൊരു നടപടിയും എടുത്തില്ല. ഈ ആക്ട് ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും ജയിലിൽ കിടക്കുമായിരുന്നു. അത്ര കർക്കശമായ നിയമമാണ്. അതുകൊണ്ട് ഇത് വന്നതിന്റെ, ഈ ആക്ട് വന്ന സംസ്ഥാനങ്ങളിൽ വലിയ നിലയ്ക്കുള്ള ഡെവലപ്മെന്റ് നമുക്ക് കാണാം. അവരുടെ ജീവിത നിലവാരത്തിൽ വലിയ പുരോഗതി ഉണ്ടായിരിക്കുന്നു. വലിയ വലിയ സ്ഥാപനങ്ങൾ വന്നിരിക്കുന്നു. ഹൈദരാബാദിലേക്ക് പോയാൽ തെലങ്കാനയിൽ 30 കോടി രൂപ മുടക്കി നിർമ്മിച്ച വലിയ ഗവേഷണ കേന്ദ്രമുണ്ട്, പഠന ഗവേഷണ എംപവർമെന്റ് സെന്റർ ഉണ്ട്, സെന്റർ ഫോർ ദലിത് സ്റ്റഡീസ്. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ മറ്റു സംസ്ഥാനങ്ങളുള്ളപ്പോൾ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്താണ്? കുട്ടികൾക്ക് പഠിക്കാൻ സ്റ്റൈപൻഡ് കൊടുക്കുന്നില്ല, ലംസക്കനന്റ് കൊടുക്കുന്നില്ല, ഹോസ്റ്റൽ ഫീസ് കൊടുക്കുന്നില്ല, പട്ടിണിക്കിടുകയാണ്. ഈ ഒരു പശ്ചാത്തലം അവിടെ ഒരു കാര്യമുള്ളത്, UDF ഗവൺമെന്റ് ഈ ഒരു കാര്യം അതിന്റെ മുമ്പിൽ നമ്മൾ വെച്ചിരിക്കുന്നു. കേരളത്തിൽ നമ്മൾ പറഞ്ഞ ഡിമാൻഡായിരുന്നു കേരളത്തിൽ CPTSP ആക്ട് വരണം. അത് വരണമെന്ന് പറയുക മാത്രമല്ല, ADF കുറച്ചുകൂടെ ക്രിയേറ്റീവായി ഇടപെടുന്ന ഒരു സംഘടനാ സംവിധാനമായതുകൊണ്ട് CPTSP ആക്ടിന്റെ ഏറ്റവും പുതിയ മാതൃകകൾ പഠിച്ചുകൊണ്ട് തെലങ്കാന മോഡലും ആന്ധ്ര മോഡലും ഒക്കെ നമ്മൾ പഠിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ഡ്രാഫ്റ്റ് ബില്ല് തന്നെ നമ്മൾ തയ്യാറാക്കുകയും ആ ഡ്രാഫ്റ്റ് ബില്ലിന്റെ കോപ്പി ഗവൺമെന്റിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്, രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അത്രത്തോളം നമ്മൾ മുന്നോട്ട് പോയി. എന്താണെങ്കിലും നമ്മുടെ ഏറ്റവും വലിയ ഡിമാൻഡായിരുന്നു അത്. UDF സർക്കാരിന്റെ പ്രകടന പത്രികയിൽ ഈ CPTSP ആക്ട് കൊണ്ടുവരും എന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. അത് ധവളപത്രത്തിൽ സൂചിപ്പിച്ചു. ഇപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം, ഒരു അഭിമാന നിമിഷമാണ്. പുതിയ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ അവർ ആദ്യം തന്നെ ഈ ബജറ്റ് പ്രസംഗത്തിൽ തന്നെ അത് കൃത്യമായി സൂചിപ്പിച്ചിരിക്കുന്നു. പട്ടികജാതിപ്പെട്ടവർക്ക് വികസനത്തിലുള്ള ഫണ്ട് അത് കൃത്യമായി അത് വിനിയോഗിക്കാൻ ആവശ്യമായ ഒരു ശക്തമായ ആക്ട് കൊണ്ടുവരും, അഥവാ CPTSP ആക്ട് കൊണ്ടുവരും എന്ന് ഇന്നലത്തെ ബജറ്റ് പ്രസന്റേഷനിൽ മുഖ്യമന്ത്രി അത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഇതേപോലെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എന്താണെങ്കിലും വികസനത്തെ സംബന്ധിച്ച ഒരുപാട് പ്രതീക്ഷകൾ നമുക്ക് നൽകുന്ന ഒരു കാര്യമാണ്. കാരണം പുതിയൊരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന ഒരു കാര്യം, പിന്നോക്ക വിഭാഗത്തിലുള്ളവരെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും അതേപോലെയുള്ള അടിച്ചമർത്തപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങളെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന ഒരു വികസന സങ്കല്പമായിരിക്കും പുതിയ ഗവൺമെന്റിൻ്റെത് എന്ന് നയപരമായി ബജറ്റ് അവതരണത്തിൽ ഗവൺമെന്റ് വ്യക്തമാക്കുന്നുണ്ട്. സാമൂഹ്യ നീതിയോട് കൂടിയുള്ള ഒരു സാമ്പത്തിക വിതരണം, മുഖ്യമന്ത്രിയുടെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക വിതരണമായിരിക്കും കേരളത്തിൽ ഇനി കേരളത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരുപക്ഷെ ഇനി മുന്നോട്ട് വെക്കാൻ പോവുക എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ SC ST കുടുംബങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ധവളപത്രം മാത്രമല്ല ബജറ്റ് കൂടെ ചേർത്ത് നമ്മൾ പറയുമ്പോൾ ഒരുപാട് ആരോഗ്യകരമായ പുതിയ വാഗ്ദാനങ്ങൾ വെച്ചിരിക്കുന്നു. അതിൽ അത് മാത്രം ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഒന്ന്, SCP ഫണ്ട് ഞാൻ പറഞ്ഞ മുൻ ഗവൺമെന്റ് 500 കോടി രൂപ പൊതുവെ ഡെവലപ്മെന്റിന് തുലച്ചത് നമുക്കറിയാം. പിന്നീട് വന്നപ്പോൾ ഇങ്ങനെ കൂടി കണക്കുകൾ വന്നു. ഞാൻ മുമ്പേ പറഞ്ഞു 10,000 കോടിയോളം അവർ ലാപ്സാക്കിയെങ്കിൽ, അതേപോലെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും വിദ്യാഭ്യാസ ഫണ്ട് അടക്കം 189 കോടിയോളം രൂപയാണ് കുട്ടികൾക്ക് മാത്രമുള്ളത് ആദ്യം അവർ ലാപ്സാക്കിയത്. ഇവിടെ ഇപ്പോൾ ഇവരുടെ പുതിയ ബജറ്റിൽ SCPക്ക് 9.81%
അലോക്കേഷൻ ഉണ്ട്. അതായത് 2,09,079.32 കോടി രൂപ SCP ഇനത്തിൽ 2,979.32 കോടി രൂപ SCPക്കായിട്ട് അതിൽ ബജറ്റിൽ വകകൊള്ളിച്ചിരിക്കുന്നു. ഇത് വലിയ പോസിറ്റീവായ ഒരു കാര്യമാണ്. കാരണം 9.5 എന്നൊക്കെ പറയാം, പോപ്പുലേഷൻ്റെ ഏതാണ്ട് സമാനമായ ബജറ്റ് തുക ഇവിടെ അലോട്ട് ചെയ്തിരിക്കുന്നു. അതിൽ പറയുന്നുണ്ട് ഡിപ്പാർട്ട്മെന്റിനും അതേപോലെ തദ്ദേശ സ്വയംഭരണത്തിനുമായി അതിൻ്റെ അനുപാതം പറയുന്നുണ്ട്. ഇത് കൂടാതെ ഏതെങ്കിലും തരത്തിൽ ഈ ഫണ്ടിന് അപര്യാപ്തത വന്നാൽ അത് മുന്നിൽ കണ്ടുകൊണ്ട് SCPക്ക് അധിക വിഹിതമായി 527.68 കോടി രൂപയും കൂടി അനുവദിച്ചു വെച്ചിട്ടുണ്ട് ബജറ്റിൽ. അപ്പൊ അത്രത്തോളം മുൻകരുതൽ, അത്രത്തോളം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് SCP ഫണ്ട് ബജറ്റിൽ വകകൊള്ളിച്ചിരിക്കുന്നത്. TSPക്ക് 2.83%, 859.48 കോടി രൂപ TSPക്ക് അനുവദിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ TSPക്ക് അധിക വിഹിതമായി 152.52 കോടി രൂപ ഈ ബജറ്റിൽ ട്രൈബൽ സബ് പ്ലാനിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. വളരെ പോസിറ്റീവായ ഒന്നാണ്. ഗവൺമെന്റ് പറഞ്ഞൊരു കാര്യം വളരെ കൃത്യമായ ഒരു വാക്ക് പാലിക്കുകയും ബജറ്റിൽ അത് വകകൊള്ളിക്കുകയും ചെയ്തു. മറ്റൊന്ന്, SC ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി നമുക്കറിയാം. ഒന്ന്, ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ നമുക്ക് സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ്. കേരളത്തിലെ ആദിവാസികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു ട്രൈബൽ യൂണിവേഴ്സിറ്റി നടപ്പിലാക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ട്രൈബൽ യൂണിവേഴ്സിറ്റി അത് വളരെ പോസിറ്റീവ് ഒരു കാര്യമാണ്. വയനാട്ടിലായിരിക്കും അത് വരുന്നത്. അതിനുവേണ്ടി ഏതാണ്ട് 50 കോടി രൂപയാണ് ട്രൈബൽ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇന്ത്യയിൽ അത്തരം ട്രൈബൽ യൂണിവേഴ്സിറ്റികൾ അധികം ഉണ്ടോ എന്നറിയില്ല. പക്ഷേ നോർവേയിൽ ഒരു കാര്യം അറിയാം. നോർവേയില് അത് യൂറോപ്യൻ വലിയ സമ്പന്ന രാജ്യമാണ്. അവിടെ ആദിവാസികളായ സാമി പീപ്പിൾ ഉണ്ട്, സാമികൾ നോർവേയിൽ. ആ ഇന്റർനാഷണൽ സാമി യൂണിവേഴ്സിറ്റി അവിടെയുണ്ട്. ആദിവാസികളായ ഈ ഇൻഡിജിനസ് കമ്മ്യൂണിറ്റീസിന്റെ ഭാഷ, അവരുടെ സംസ്കാരം, മറ്റു കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയുള്ള സ്വതന്ത്രമായ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയാണ് സാമി യൂണിവേഴ്സിറ്റി നോർവേയിലുണ്ട്. എന്താണെങ്കിലും ഇതൊരു വലിയ കാര്യമാണ്. ആ നിലയ്ക്ക് ആദിവാസികൾക്ക് വേണ്ടിയുള്ള ഈ ട്രൈബൽ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് നമ്മുടെ ബജറ്റ് പറയുന്നുണ്ട്. അതേപോലെ മറ്റൊരു സങ്കല്പം മുന്നോട്ട് വെക്കുന്നത് SC/ST കുടുംബങ്ങളുടെ അവർക്ക് വേണ്ടിയുള്ള പുതിയ ഭവന പദ്ധതി. അതിൽ ഗവൺമെന്റ് നേരത്തെ പറഞ്ഞു, നമ്മൾ ആവശ്യപ്പെട്ടതും ADF ആവശ്യപ്പെട്ടു. അതേപോലെ തന്നെ മാനിഫെസ്റ്റോയിൽ അവർ പറഞ്ഞൊരു കാര്യമായിരുന്നു ലൈഫ് പ്ലാൻ എന്ന് പറയുന്നത്. SC/STയെ സംബന്ധിച്ച് ലൈഫ് പദ്ധതി എന്ന് പറയുന്നത് പട്ടികജാതിപ്പെട്ടവർക്കാരെ സംബന്ധിച്ചിടത്തോളം, മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു വഞ്ചനയായിരുന്നു. കാരണം ഇത് മൊത്തത്തിൽ കൂട്ടിക്കുഴച്ചു. അവന് വീട് കിട്ടിയില്ല. അത് UDF അഡ്രസ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ലൈഫിൽ നിന്ന് SC/ST വിഭാഗങ്ങളെയും അവരുടെ ഭവന പദ്ധതിയെയും അതേപോലെ മത്സ്യത്തൊഴിലാളികളുടെ ഭവന പദ്ധതിയെയും വേർപെടുത്തു എന്ന് പറഞ്ഞിരുന്നു. അത് ഇന്ന് ഗവൺമെന്റ് നടപ്പിലാക്കിയിരിക്കുന്നു. ലൈഫ് പ്ലാനിൽ നിന്ന് SC/ST കുടുംബങ്ങൾക്കുള്ള ഭവന പദ്ധതി മാറ്റി പ്രത്യേകമായ ഭവന പദ്ധതി ഇപ്പോൾ അവർ നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അതിൽ സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതിപ്പോൾ ഒരു പ്രഖ്യാപനമാണ്, ബജറ്റിന്റെ ഒരു റിവൈസ്ഡ് ബഡ്ജറ്റാണ്. നേരത്തെ ഉള്ള LDF ഗവൺമെന്റ് അനുവർത്തിച്ചു വന്നതിനേക്കാൾ തുക വർധന അവിടെ ആവശ്യമാണ്. അതൊരു 10-15 ലക്ഷമായി ഈ വീടിനുള്ള ഫണ്ട് വികസിപ്പിക്കും. അതിനുള്ള ഫണ്ട് ഇവിടെ ഉണ്ട് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ വിദ്യാഭ്യാസ, ആരോഗ്യ, ജീവനോപാധി കേന്ദ്രീകൃതമായ പാക്കേജുകൾ കേരളത്തിൽ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സ്വാഭാവിക ബജറ്റിനെ തുടർന്ന് വരും ദിവസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. അതിൽ സൂചനയുള്ളത് ജീവനോപാധികൾ, അതുപോലെ ആരോഗ്യ ജീവനോപാധികളുടെ പാക്കേജുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദിവാസി വിഭാഗങ്ങൾ കൂടുതൽ താമസിക്കുന്ന വയനാട്, ഇടുക്കി, അതേപോലെയുള്ള കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിൽ അത്തരം മേഖലകളെ പ്രത്യേകമായി കണ്ടുകൊണ്ടുള്ള ഒരു വികസന സമീപനവും ഉണ്ടാകും എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഈ ബജറ്റ് മുന്നോട്ട് വെക്കുന്ന വളരെ സുപ്രധാനമായ പട്ടികജാതിപ്പെട്ട വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം കാതലായ ചില കാര്യങ്ങൾ ഇത് ഇങ്ങനെ വെക്കുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൽ ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ബജറ്റിനെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകളും ഡിബേറ്റുകളും നടന്നു വരുന്നുണ്ട്. അതിൽ ഇപ്പോൾ ഒരു കാര്യമുള്ള ഭൂപരിഷ്കരണത്തെ കുറിച്ചുള്ള സങ്കല്പമാണ്. ഭൂപരിഷ്കരണം 2 എന്ന നിലയിൽ ബജറ്റ് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിനെ സംബന്ധിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു പക്ഷേ സംരംഭകർക്കും നിക്ഷേപകർക്കും ഭൂമി കണ്ടെത്തുക എന്നത് മാത്രമാകരുത്. പകരം കേരളത്തിൽ ഭൂരാഹിത്യം അനുഭവിക്കുന്ന, പരമ്പരാഗതമായി ഭൂമി നിഷേധിക്കപ്പെട്ട ദലിതർക്കും ആദിവാസികൾക്കും അർഹതപ്പെട്ട ഭൂമി പ്രത്യേകിച്ചും പതിച്ചു കൊടുക്കാൻ ആവശ്യമായ
ഘടകങ്ങൾ ഉൾപ്പെടുന്ന ഒന്നായിരിക്കണം. അതിന് നയത്തിനകത്ത് അത്തരം കമ്പോണന്റുകൾ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ തരത്തിൽ എന്തായാലും വലിയ അധിക നികുതി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാതെയുള്ള ഒരു മോഡറേറ്റ് നയമാണ് വെച്ചിരിക്കുന്നത്. പ്രിയദർശിനി യാത്രയുടെ കാര്യവും ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസിന്റെ ഒക്കെ ഗുണം ഒരുപോലെ എല്ലാവർക്കും ലഭിക്കുന്നത്, ദളിതർക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഗ്ലോബൽ നോളജ് വാലി, ഗ്ലോബൽ ജോബ് വാച്ച് ടവർ, MSME 10,000 ആരംഭിക്കും, വിഷൻ സമുദ്ര, ഗ്രീൻ എക്കണോമി, ബ്ലൂ എക്കണോമി എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, മുമ്പേ പറഞ്ഞ യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ തത്വത്തിൽ ഇതിനകത്തെല്ലാം ദലിത്, ആദിവാസി, മത്സ്യത്തൊഴിലാളി വിഭാഗങ്ങൾക്കും പങ്കാളിത്തം കൊടുത്തുകൊണ്ടും അവർക്കും തൊഴിൽ ഉറപ്പ് കൊടുത്തുകൊണ്ടും ഇത്തരം വികസനത്തിന്റെ നേട്ടം മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സമൂഹങ്ങൾ ലഭിക്കുന്ന തരത്തിലുമുള്ള സാമ്പത്തിക ഇടനാഴിയിലടക്കം വിശ്വസമുദ്രയിലടക്കം ദലിതരുടെ, ആദിവാസികളുടെ, മത്സ്യത്തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന ഒരു ഡെവലപ്മെന്റ് അപ്രോച്ച് സർക്കാരിനുണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം പ്രതീക്ഷകളുണ്ട്. ബജറ്റിൽ ഇപ്പോൾ പണം അനുവദിച്ചു എന്ന കാര്യത്തിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും പണം നീക്കിവെക്കുക എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അത് വകമാറ്റി ചെലവഴിക്കാതിരിക്കുകയും ചെയ്ത പ്രശ്നങ്ങളെ കേരളം പ്രത്യേകിച്ചും അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് സ്കീമുകൾ മുൻകാല ഗവൺമെന്റിൽ നിന്ന് വ്യത്യസ്തമായി, അതായത് പിണറായി സർക്കാർ 10 വർഷക്കാലം നടപ്പിലാക്കിയ കാലഹരണപ്പെട്ട യാതൊരു പ്രയോജനമില്ലാത്ത കുടുംബങ്ങൾക്കും സമൂഹത്തിനും വളർച്ചയ്ക്ക് അവരുടെ മൊബിലിറ്റിക്ക് ഉതകാത്ത പഴയകാല വികസന പദ്ധതികൾക്ക് നമ്മളൊരു പൊളിച്ചെഴുത്ത് പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായും UDF സർക്കാരിന്റെ ഭരണം ചർച്ച ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ADF പ്രസന്റ് ചെയ്ത രേഖകളുടെയും ഡോക്യുമെന്റ്സിന്റെയും പഠനങ്ങളുടെയും ഒക്കെ ഒരു റിഫ്ലക്ഷൻ, നമ്മുടെ കൂടി ആഗ്രഹങ്ങൾ ഈ പുതിയ ബജറ്റിലും വൈറ്റ് പേപ്പറിലും ഒക്കെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നതും വളരെ സന്തോഷകരമാണ്. എന്തായാലും ആ നിലയ്ക്ക് ഇനി അങ്ങോട്ട് കുറച്ചുകൂടെ ക്രിയാത്മകമായ ഇടപെടലുകളിലൂടെ ഭരണകൂടവും ഇപ്പോൾ പ്ലാനിംഗ് ബോർഡിനെ സംബന്ധിച്ച പറഞ്ഞ സങ്കല്പം ഉണ്ടല്ലോ, കുറച്ചുകൂടെ ഒരു മോഡേണായ ഒരു അപ്രോച്ച്, ജനങ്ങളുടെ താല്പര്യങ്ങൾ അവരുടെ പക്ഷത്തു നിന്ന് കേട്ട് ഗവൺമെന്റും ജനങ്ങളും തമ്മിൽ ഒരു പ്രത്യേക തരത്തിലുള്ള സഹകരണത്തിലൂടെയും അതേപോലുള്ള റിലേഷൻഷിപ്പിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സമീപനമാണ് ഗവൺമെന്റ് വെക്കുന്നത്. ആ സമീപനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പ്രത്യേകിച്ചും ഈ സമൂഹത്തിന് നേടിയെടുക്കാനും അങ്ങനെ ജീവിത വികാസത്തിലേക്ക് വരാനും കഴിയട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. പുഷ്പളമായ അഭിവാദ്യങ്ങൾ. ജയ് ഭീം.